ജോസഫിൻ്റെ കട എല്ലാവരും വളരെ സന്തോഷപൂർവ്വം ഇരു കൈകളും നീട്ടി ഹൃദയപൂർവ്വം ഏറ്റെടുത്തിരിക്കുന്നു. വലിയ സന്തോഷമാണ്. ജോസഫിൻ്റെ കടയിൽ ഇന്നത്തെ സാധനങ്ങൾ ഉരുളക്കിഴങ്ങ്, സവാള, കുമ്പളങ്ങ, കപ്പ, ചക്ക, പൈനാപ്പിൾ, മുളക്, വേപ്പില. ജോസഫിൻ്റെ കട ഇന്ന് തുറക്കുന്നത് 11 മണി മുതൽ 1 മണി വരെ ആയിരിക്കും. കൂടാതെ കോവിഡ് രോഗികൾക്കും ക്വാറന്റൈനിൽ ഇരിക്കുന്നവർക്കും ഉള്ള ഭക്ഷണ സാധനങ്ങൾ ഇന്ന് വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ നൽകുന്നതാണ്. കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ അവരവരുടെ പ്രദേശത്തുള്ള കോവിഡ് രോഗികളുടെ ലിസ്റ്റ് കൗൺസിലർമാരുടെ നേതൃത്വത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരെ വിളിച്ച് അറിയിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. അവർ ഇവിടെ വന്ന്, അതായത് കുടുംബ യൂണിറ്റ് ഭാരവാഹികളല്ല, സന്നദ്ധ പ്രവർത്തകർ ഇവിടെ വന്ന് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകും. അതിനാൽ കുടുംബ യൂണിറ്റുകാർ ഇവിടെ വരേണ്ട ആവശ്യമില്ല. അവർ ചെയ്യേണ്ടത് ഇത്ര മാത്രം: അവർ എത്ര പേരാണ് ക്വാറന്റൈനിലുള്ളത് അല്ലെങ്കിൽ കോവിഡ് രോഗികളെന്ന് ഈ സന്നദ്ധ സംഘടനയിലെ കൗൺസിലേഴ്സിന്, അതായത് കൗൺസിലേഴ്സിനെ അറിയിക്കുക. കൗൺസിലേഴ്സ് സന്നദ്ധ സംഘടനയെ അറിയിച്ചു കൊള്ളും. അവർ വന്ന് വാങ്ങിക്കൊള്ളും. ഇന്ന് പ്രത്യേകമായിട്ട് ജന്മദിനം ആചരിക്കുന്ന ഡോക്ടർ സ്മിത ഡിറ്റിൻ ആറാട്ടുകുളം ചെത്തി പ്രത്യേകം എടുത്തു പറയുന്നത്, അവരുടെ ജന്മദിനത്തിൽ ആൻഡ്രൂ ആറാട്ടുകുളം, ഇവർ ചെത്തിയിലുള്ളവരാണ്, 3500 രൂപ സംഭാവന നൽകിയിരിക്കുന്നു. ജന്മദിനത്തിൻ്റെ ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ കൂടുതൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും മാലാഖയുടെ സംരക്ഷണം കൂടുതലായിട്ടുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം വലിയ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ജോലിക്കായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകൾ വിളിച്ചു പറഞ്ഞു, അച്ഛാ, എൻ്റെ കയ്യിൽ അധികമൊന്നുമില്ല, പക്ഷേ എനിക്ക് മറ്റുള്ളവർ തന്ന പോക്കറ്റ് മണിയിൽ നിന്നും ഞാൻ സഹായം തരികയാണെന്ന് പറഞ്ഞ് 3000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ മകൾക്കും പെട്ടെന്ന് ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതലായിട്ട് ദൈവാനുഗ്രഹം നേരുന്നു. ആൻഡ്രൂ ആറാട്ടുകുളം 3500 രൂപയാണ് നൽകിയത്. അതിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ കൊടുക്കുവാനുള്ള ഒരു മനോഭാവം നമ്മുടെ ഭാഗത്തും സ്വീകരിക്കുവാനുള്ള, നല്ല മനസ്സോടെ സ്വീകരിക്കാനുള്ള മനോഭാവം മറ്റെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.